വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലത്തെ സ്കൂൾ തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്കുദേ സ്കൂളിലേക്ക് ഇറങ്ങി. ബൈ. നമ്മുടെ ബാൽക്കണിയിൽ നിന്നാ കാണാവേ അവൻ പോന്നേ. അങ്ങോട്ട് തൊട്ടിറങ്ങിയ നമ്മുടെ ബാൽക്കണിയുടെ നേരെ കാണുന്ന അങ്ങോട്ടാ വരുന്നത്. ദേ ബസ്സൊക്കെ വരുന്നുണ്ടോ? ആ കിടക്കുന്നത് അങ്കുവിൻ്റെ ബസ്സാട്ടോ. മൊത്തത്തിൽ 5 സ്കൂളോളം ഇവിടെ കുഞ്ഞുങ്ങളെ എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ബസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകെ തിരക്കാണ്. ശരിക്കും അങ്കുവിൻ്റെ സ്കൂളാണ് കുറച്ച് ദൂരോട്ടുള്ളത്. അടുത്ത ബസ്സും വന്നു. ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എല്ലാം ഒരേ ടൈമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്കുവിൻ്റെ സ്കൂളാണ് ശരിക്കും കുറച്ച് ദൂരമുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇവൻ്റെ സ്കൂളിൽ നിന്ന് വളരെ കുറച്ച് പിള്ളേരാണ് പോകുന്നത്. ഈ ദൂരമായിട്ട് കുഞ്ഞു പിള്ളേരെ ഒന്നും വിടത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ സ്കൂളിൽ നിന്നുള്ള ബസ് ഇത്രയും പിള്ളേരുണ്ടെങ്കിലേ വരത്തുള്ളൂ എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ വണ്ടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് പിള്ളേരും 2 ടീച്ചേഴ്സും ഇവിടെ 2 എംപ്ലോയീസിൻ്റെ വൈഫ് അവരും പഠിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് നമ്മുടെ സ്കൂൾ ബസ് വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ശരിക്കും ഒരു ഉപകാരമായിട്ടോ. കാരണം കമ്പനി വണ്ടി ആകുമ്പോൾ നമ്മൾക്കാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി. നമ്മൾ പറയുന്നതനുസരിച്ചാണ് കമ്പനി വരെയും പോവുകയും ചെയ്യുന്നത്. അപ്പോൾ സ്കൂളുണ്ടോ, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നേരത്തെ കൊണ്ടുവരണമെങ്കിൽ ഇതെല്ലാം ആകെ കൺഫ്യൂഷനായിരുന്നു. നമ്മൾ സ്കൂളിൽ വിളിച്ച് ചോദിച്ചാൽ അതിനനുസരിച്ചാണ് നമ്മുടെ വണ്ടി പോവുകയും വരെയും. മാത്രമല്ല ഒരുപാട് നേരത്തെ ഇവിടുന്ന് പോകുമായിരുന്നു പിള്ളേരെയും കൊണ്ട്. താമസിച്ചേ വരുത്തുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും സ്കൂൾ ബസ് വന്നതിന് ശേഷം താമസിച്ച് പോയാലും മതി, നേരത്തെ വീട്ടിലെത്തുകയും ചെയ്യാം. രാവിലെ ഒരു 7:45 8 മണിയാകുമ്പോഴേ വരത്തുള്ളൂ. കാരണം എപ്പോൾ വരുന്നതിന് മുന്നേ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ 5 മിനിറ്റ് മുന്നേ അവർ നമ്മളെ വിളിച്ചും പറയുന്നതേ ഇപ്പോൾ എത്തും. അത് നല്ല കാര്യമല്ലേ. നമ്മുടെ ലഞ്ച് ഇന്ന് എന്താണെന്നറിയാമോ? ഇത് നമ്മുടെ പുളിശ്ശേരി മാങ്ങയാണ്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയില്ലേ, ഞാനത് ഒരു ബ്ലോഗിൽ കാണിച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഫ്രിഡ്ജിൽ ഇരുന്നത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് താങ്ക്സ് പറയുന്നത് ലക്ഷ്മി നായർ മാമിനോടാട്ടോ, LN ബ്ലോഗ്സിൽ. കാരണം പുള്ളിക്കാരി പറഞ്ഞു തന്ന ഒരു മാമ്പഴ രസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് വേവിച്ചിട്ട് കുരുമുളക്, വെളുത്തുള്ളി, ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും തിളപ്പിക്കുകയാണ്. മാം നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷേ എൻ്റേതായ രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അത് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ പുളി വിഴിഞ്ഞ് വെച്ചിരുന്ന ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കായപ്പൊടിയാണ് കേട്ടോ. കായം രസത്തിന് നല്ലൊരു ഫ്ലേവർ ആണല്ലോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം രസം എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ട് തന്നെ വേണമല്ലോ. മാം പറഞ്ഞ ആ രീതിയാണെങ്കിലും കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ലാസ്റ്റ് നമ്മുടെ കടുക്, നല്ല ജീരകം, അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. നമ്മുടെ വറ്റൽമുളക്, ഉള്ളി, കരിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വറുത്തതേ രസം തിളച്ച് വന്നതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടിയിലായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. തീ ഓഫ് ചെയ്യാതെ, ഇനി അങ്ങ് തീ ഓഫ് ചെയ്യാം. അതിന് മുന്നേ ജസ്റ്റ് ഒന്നും കൂടെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട്, ഉപ്പും പുളിയൊക്കെ ഇനി ഇരുന്ന് പിടിക്കുകയും ചെയ്യും രസത്തിന്. അപ്പോൾ മാമ്പഴ രസം, പുളിശ്ശേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ മാമ്പഴ രസം ഞാൻ കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ രസം പോലെ തന്നെയാണ്. പിന്നെ മാമ്പഴത്തിൻ്റെ എന്താ പറയുക, എന്തായാലും ഗുണമുള്ള സംഭവമല്ലേ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതന്നേ ഉള്ളൂ. വീണ്ടും താങ്ക്സ് ടു LN ബ്ലോഗ്സ്. അപ്പോൾ കഴിഞ്ഞു, നിർത്തി, രസം റെഡിയായി. കൂടെ ഞാൻ നമ്മുടെ വൻപയർ അല്ലെങ്കിൽ ചുമന്ന പയർ ഉപ്പേരി, ഇത് ഞാൻ എപ്പോഴും കാണിക്കാറുള്ളതാണല്ലോ. രാക്കയുടെ ഫേവറേറ്റ് ആണ് സൈഡ് ഡിഷായിട്ട്. ഇത് തന്നെ ധാരാളം കേട്ടോ. ഞാൻ പിന്നെ പപ്പടമൊക്കെ കാച്ചാന്ന് ഞാൻ വിചാരിച്ച് വേണ്ട, ഇത് തന്നെ മതി. കാരണം രസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് എൻ്റെ ചോറ് എടുത്തിട്ട് ലഞ്ച് ഇതാണ്. നമ്മുടെ രസവും ഒഴിച്ചിട്ടുണ്ട്, നമ്മുടെ പയറുപ്പേരി ഇട്ടിട്ടുണ്ട്. പക്ഷെ നല്ല എരിവ് കേട്ടോ. കുരുമുളകും ചുവന്ന മുളകും വറ്റൽമുളകും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നല്ല എരിവാണ്. എന്തായാലും ലാസ്റ്റ് കുറച്ച് തൈരും കൂടി എടുത്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അച്ചാർ എടുക്കുന്നില്ല കാരണം നല്ല എരിവുണ്ടെന്ന് പറഞ്ഞില്ലേ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ലഞ്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നമ്മുടെ അലങ്കാരപ്പനയുടെ കാര്യം പറഞ്ഞുതരാം കേട്ടോ. അതിന് ഞാൻ പറഞ്ഞല്ലേ, ഈ അകത്തിരുന്ന വെയിലും അതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചട്ടി മാറ്റി വെച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ കുരിച്ചിൽ പോലെ കിടക്കുന്നുണ്ട്. ഇത് മണ്ണരയാണോ വേറെ എന്തെങ്കിലും ആണോ? എനിക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് ഇറിറ്റേഷൻ വരുന്ന രീതിയിൽ എന്തോ ഇങ്ങനെ നമ്മൾ ഈ മുറ്റത്തൊക്കെ കിടക്കത്തില്ലേ മണ്ണര, ഇങ്ങനെ കുരിച്ചിൽ പോലെ, അതുപോലെ ഒന്നും ഇങ്ങനെ വരുന്നത്. ഇത് മുന്നേ ഇങ്ങനെയൊന്നും ചട്ടിയിൽ ഉണ്ടായിരുന്നില്ലേ. ഇപ്പം നമ്മുടെ ഹോർട്ടിക്കൾച്ചർ നാട്ടിൽ പോയപ്പോൾ കൊടുത്തിട്ട് ഞാൻ ചട്ടി മാറ്റിയതെല്ലാം ഞാൻ കാണിച്ചല്ലോ നേരത്തെ ബ്ലോഗുകളിൽ. അപ്പം അതിന് ശേഷമാണ് ഇങ്ങനെ സംഭവം വരുന്നത്. അപ്പോൾ ഇനി ഇതുകൊണ്ട് വല്ലതും ഉണ്ടാകുമോ എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും പുറത്തും വെക്കാൻ നിവർത്തിയില്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഇതിനകത്തിരിക്കുന്നതാണ് ഇഷ്ടവും അത് വളരുന്നതും. എന്തായാലും നോക്കട്ടെ. ഈ ചെടിയും പെറ്റ്സും എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നമ്മളെ ശരിക്കും വലയ്ക്കും കേട്ടോ മാനസികമായിട്ട്.
അപ്പോൾ ദേ പുറത്ത് ഇപ്പോഴത്തെ കാഴ്ച, മഴ പെയ്യും, വെയിലിൻ്റെ ഒരു വെട്ടം വരും, വീണ്ടും മഴ പെയ്യും. ഇതാണിപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ. എന്തായാലും നല്ല പച്ചപ്പും ഹരിതാപയായിട്ടുണ്ട്, നല്ല ഭംഗിയാണ് പുറത്തൊക്കെ നോക്കുമ്പോൾ കാണാൻ. തുണി ഉണക്കിയെടുക്കാനുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഹ്യൂമിഡിറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫാനൊക്കെ ഇട്ട് ഉണക്കിയെടുക്കേണ്ടി വരുന്നുണ്ട്. മഴയായിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഒരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. പുറത്തിറങ്ങിയാലും ഞാൻ കഥ അടയ്ക്കും കേട്ടോ. കാരണം ഞാൻ റീസൺ എന്താണെന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, പാമ്പകത്ത് കയറുന്ന ഒരു ടൈമാണിത്. കുറേ വീടുകളിൽ ഇങ്ങനെ, പ്രത്യേകിച്ച് നമ്മുടെ താഴത്തെ വീടായതുകൊണ്ട് കയറാൻ എളുപ്പമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ അടച്ചറപ്പോടുകൂടിയേ നമ്മൾക്ക് ഇറങ്ങാനും കയറാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, തുണി ഇപ്പോൾ ഇനി യൂണിഫോമും കൂടെ ഒക്കെ അങ്കുൻ്റെയും രാക്കയുടെ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നനച്ചേ പറ്റത്തുള്ളൂ. അത് ഉണങ്ങി കിട്ടാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അകത്ത് സ്റ്റാൻഡിലിടും, കുറച്ച് വെട്ടം വരുമ്പോൾ ഇടും, അങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുക. രാക്ക ഇപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ വന്നു. വേറൊന്നും കൊണ്ടല്ല, രാക്കയുടെ കണ്ണാടി പുതിയത് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ടൈറ്റൻ്റെ റോത്തക്കിൽ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോകാൻ നിൽക്കുക. അപ്പോൾ വരുന്നതിന് മുന്നേ ചായ ഇട്ട് തരാൻ പറഞ്ഞു. ഞാൻ ചായ ഇടാൻ പോവുക. ഞാൻ ചോദിച്ചു, നമുക്ക് മാങ്ങ ഇരിപ്പുണ്ട്, മാങ്ങ ജ്യൂസ് അടിച്ച് തരട്ടെ? കാരണം കുറച്ച് ഫില്ലിങ് ആവുകയും ചെയ്യും, ഈ ഒരു ടൈമിൽ റിഫ്രഷിങ് അല്ലേ. അപ്പോൾ വേണ്ട, ചായ മതി എന്ന് പറഞ്ഞു. നമ്മുടെ തേയില കഴിഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരണം. ഞാൻ നമ്മുടെ കണ്ണൻ ദേവൻ്റെ ഡസ്റ്റിയാണ് ഇപ്പോൾ വാങ്ങുന്നത്. നേരത്തെ നമ്മുടെ ടാറ്റ പ്രീമിയത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതിന് ശേഷം എൻ്റെ ചായ കുടി ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ഞാൻ 6 ചായയൊക്കെ കുടിക്കണം, അത്ര അഡിക്റ്റായിരുന്നു. ഇപ്പോൾ പക്ഷേ മാക്സിമം 3, അതിൽ ഞാൻ നിർത്തുക. അപ്പോൾ എന്തായാലും രാക്കേക്ക് ചായ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിന് വേറൊരു ഫ്ലേവറും, നമ്മുടെ ടീ മറ്റേ എന്താ പറയുക, ലീഫ് ടീക്ക് വേറൊരു ഫ്ലേവർ കേട്ടോ. ഇത് കുറച്ചും കൂടെ കടുപ്പം വേറെ. നമ്മുടെ നാട്ടിൽ ഇത് തന്നെ ഡസ്റ്റ് ടീ അല്ലേ. രാക്കയുടെ ചായ ഇതേ കൊണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ ചായയും എടുത്തോണ്ട് വരുന്നുണ്ട്. രാക്കയുടെ ചായ നിറഞ്ഞങ്ങ് തുളുമ്പിപ്പോയി കേട്ടോ. എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുവച്ചതാണ്. പിന്നെ ഞാൻ നമ്മുടെ മുറുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏവീസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അവിടെ. അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവരുടെ തന്നെയാണ്, നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ വാങ്ങിച്ചുകൊണ്ട് വരും. അവരുടെ ഒരു ബീട്രൂട്ട് മുറുക്ക് സംഭവം, ക്യാരറ്റ് മുറുക്ക്, ബീട്രൂട്ട്, കുറേ മുറുക്കിൻ്റെ അത് ഞാൻ കാണിച്ചു തരാം മെല്ലെ. ഇതിപ്പോൾ ബീട്രൂട്ട് മുറുക്കാണ്. അതേ ഉണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. എരിവൊന്നുമില്ല, കുറച്ച് ഒരു മധുരം ഉണ്ട്. എനിക്കൊന്ന് പഞ്ചസാരയും ചേർത്ത്, എനിക്കറിയത്തില്ല, പക്ഷെ സംഭവം പൊളി. രാക്കെ ഇപ്പം കണ്ണാടിയൊക്കെ വാങ്ങി വന്നു കേട്ടോ. Oh no. What are you doing? You retired the old gold glasses. The old gold glasses. The old gold glasses. ഒത്തിരി ടയർഡ് ആയിട്ടിരിക്കുന്നു മോഹല്ലേ. It's like ഓഫീസിൽ നിന്ന് നേരെ പോയതല്ലേ, നല്ല ടയർഡ് ആയിട്ടിരിക്കും ഒരാക്കെ. ഇതെന്തോ വേറെ വാങ്ങിച്ചു, കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. This looks more straightforward. What is this? It looks like one outside that one. അപ്പോൾ നമ്മുടെ പഴുത്ത മാങ്ങയുടെ അടുത്ത സ്റ്റോക്ക് എത്തിയിട്ടുണ്ടേ. അപ്പോൾ അതെ ടൈറ്റൻ്റെ കണ്ണാടിയാണ് വാങ്ങിയത്. നല്ല പവറാട്ടോ ഒരാക്കയുടെ. അതായത് ഷോർട്ട് സൈറ്റിൻ്റെയും ആസ്റ്റിഗ്മാറ്റിസത്തിൻ്റെയും പിന്നെ വേറെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് നല്ല പവറുള്ള ഗ്ലാസ് വേണം. അപ്പോൾ കൂടെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഡിന്നറിന് ഞാൻ മഷ്റൂം ഉണ്ടായിരുന്നു, അത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടു, മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട്. ഒരുപാട് അങ്ങ് വേവിച്ചില്ല, ജസ്റ്റ് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി തിളപ്പിച്ച്. പിന്നെ ചെറിയ കുട്ടി പറാട്ട പോലെ ഉണ്ടാക്കിയിട്ട് ഈ രീതിയിൽ മഷ്റൂമിൻ്റെ കറിയും ഉണ്ടാക്കി വെച്ചതാണ് നമ്മുടെ ഡിന്നർ. അപ്പോൾ ഡിയേഴ്സ്, നമ്മുടെ കേരളത്തിലോട്ടുള്ള ട്രിപ്പിൽ നമ്മൾ മഹാരാഷ്ട്ര കഴിഞ്ഞ് ഗോവ കയറാൻ പോകാമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗോവ കയറി കേട്ടോ. രാത്രിയാണ് കയറിയത്. അപ്പോൾ രാത്രിയിലുള്ള ഗോവയുടെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ലൈറ്റിങ്ങും കുറേ പള്ളികളുണ്ട് കേട്ടോ, ചേർച്ചസ്. അവിടെ നല്ല ഭംഗിക്ക് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ പകലുള്ളത് ഞാൻ പകൽ കാണിച്ചു തരാം. രാത്രിയിൽ ആയതുകൊണ്ട് അധികം അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നല്ല ലൈറ്റ് വർണ്ണാഭമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം എത്തി കേട്ടോ. നോവോട്ടൽ സ്പാ ആൻഡ് റിസോർട്ട് ഗോവ, കണ്ടോലിം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെടുത്തത്. അവിടെ വലിയൊരു ഗണപതിയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ മരം അങ്ങനെ നിർത്തിയിട്ട് അത് നമ്മുടെ റിസോർട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും. നമ്മൾ മുകളിലോട്ടൊക്കെ കയറുമ്പോൾ അത് കാണാമായിരുന്നു, ആ മരം അങ്ങനെ നിർത്തിയിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു മണം എന്ന് പറഞ്ഞാലേ നമ്മുടെ നാട്ടിലൊരു മണമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ മഴ, ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെരുമഴ പെയ്യും, ചിലപ്പം ചാറ്റമഴ പെയ്യും, മഴ നിന്നിട്ടേ ഉണ്ടായിരുന്നില്ല. സൂക്ഷിച്ചു പോകണ പോലെ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ആകെ ഒരു പോകാം. അങ്ങനെ നമ്മൾ കയറുകയാണേ. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എനിക്ക് പറയാൻ പറ്റില്ല, തിരിഞ്ഞും മറിഞ്ഞും തടിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടേ ആകെ ഒരു പോക പോലെ. എന്തായാലും നമ്മൾ എത്തി. കുറേ റൂംസ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ അവർ വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കിടത്തുന്ന തൊട്ടിലും
എന്തോ മൊത്തത്തിലൊരു വ്യത്യാസം കേട്ടോ, സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇതുവരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പോലെയല്ല. ഞാൻ പറഞ്ഞ റിസോർട്ട് ടൈപ്പ് ആയിരുന്നു. കോയിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, സ്പായും എല്ലാം ചെയ്യുന്ന ഒരു രീതി. നോവോട്ടൽ എന്നായിരുന്നു അതിൻ്റെ പേര്. ഫുൾ ചീവീടിൻ്റെ കരച്ചിൽ അതേ അകത്തൊക്കെ കേൾക്കാം. ചീവീടിൻ്റെ ശബ്ദം ഇങ്ങനെ നമുക്ക് കേട്ടോണ്ടേ ഇരിക്കായിരുന്നേ. അകത്ത് കയറിയിട്ട് അത് മാറിയിട്ടില്ല. അങ്ങോട്ട് ദേഷ്യം കണ്ടോ? ചില സമയത്ത് ഇങ്ങനെ ആന്നേ, എന്നെ തിന്നാൻ വരും. ചില സമയത്ത് നല്ല ഫ്രണ്ട്ലിയാ. അതേ പുറത്തൊന്നും കാണാൻ വേരിട്ടാ. കഥമൊക്കെ അടച്ചപ്പോൾ ചീവീടിൻ്റെ ശബ്ദം മാറിയെന്നേ. ഇപ്പോൾ പകല് ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം. പുറത്ത് കുറച്ച് വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ടെന്ന് തോന്നുന്നു, ഒരു ബാൽക്കണി ഏരിയയിലൊക്കെ. പിന്നെ ഞങ്ങൾ രാത്രി ഇന്ന് കഴിക്കാൻ പോകുന്നത് 2 ഫ്രൂട്ട് പ്ലാറ്റർ വാങ്ങി. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ അത് മതിയായിരുന്നു. അങ്കൂന് അതുപോലും വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് നേരത്തെ ഒരു പണി കിട്ടിയത് ഞാൻ അവിടെ നിന്നേ പറഞ്ഞു കഴിഞ്ഞ വ്ളോഗിൽ. വേറൊന്നും അല്ല, മഹാരാഷ്ട്രയിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് കാണിച്ചില്ല. അത് ശരിക്കും സമയം തെറ്റിയ നേരത്തായിരുന്നു. മിസൽ പാവും നമ്മൾ ബജിയും കാര്യങ്ങളും. നമ്മുടെ അങ്കു ചീസ് സാൻഡ്വിച്ചൊക്കെ ആയിരുന്നു. ചായയൊക്കെ കഴിച്ചു. അത് ഇതുവരെ അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് കഴിക്കാനൊരു ഫീൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഫ്രൂട്ട്സിൻ്റെ ഇത് വാങ്ങിച്ചത് നമ്മൾ. ഇതാകുമ്പോൾ പെട്ടെന്ന് ദഹിച്ചു പോലും വെച്ചാൽ ഇത് മതിയായിരുന്നു, വിശപ്പേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.